നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ നിങ്ങളോട് വളരെ കൈൻഡായിട്ട് പെരുമാറുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, ഇഷ്ടം പോലെ സ്നേഹിക്കുക. മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സെൽഫ് അപ്രീസിയേഷൻ വാട്ട്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു നോക്കി, ഒരുപാട് കഷ്ടപ്പെട്ടു, പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ ഒന്നിനും ഒരു മാറ്റം വരുന്നില്ല. ഒന്നിലും ഒന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ പറയുകയാണ്, എനിക്കൊരിക്കലും വിജയിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്നോട് തന്നെ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും ഞാൻ തോൽവി മാത്രം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് എന്താണോ, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുതിയൊരു ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും ഞാൻ വീണ്ടും വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് തന്നെ പോവുകയാണോ എന്നെനിക്ക് തോന്നുന്നു. ഇന്നൊക്കെയുള്ള ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു സ്ഥിരത എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാത്തത്? എനിക്ക് എന്തുകൊണ്ടാ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്ക് പറ്റാത്തത്? എത്ര പ്രാവശ്യം ഞാൻ പരിശ്രമിച്ചു, എത്രയോ പ്രാവശ്യം ഞാൻ തീരുമാനമെടുത്തു, എന്നിട്ടും ഇതൊന്നും നടക്കുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ തന്നെ ഒരുപാട് ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കറിയോ, എല്ലാവരുടെ സ്റ്റോറിയും ഇതുപോലെ തന്നെയാണ്. ഒരു നീണ്ട കാലഘട്ടം, കുറേ നാളുകൾ, കുറേ വർഷങ്ങൾ പരിശ്രമം, വെല്ലുവിളികള്, വിമർശനങ്ങള്, ഇതിൽ കൂടി അല്ലാതെ വിജയിയായിട്ടുള്ള ഒരു മനുഷ്യന്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണ് കടന്നു പോകാൻ പറ്റില്ല. ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അവിടെ ഒന്നും നമ്മൾ തളർന്നു പോവാതെ, നമ്മൾ പച്ചയായ മനുഷ്യരാണല്ലേ, നമുക്ക് അമാനുഷിക ശക്തികളൊന്നുമില്ല. നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ്, നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി നിന്നുകൊണ്ട് നമുക്ക് വിജയം ആഘോഷിക്കാൻ പറ്റണം. അവിടെ വരെ എത്താനായിട്ട് നമ്മൾ നമ്മൾ കടന്നു പോകുന്ന ഓരോ സ്ട്രഗിൾ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ അവിടെ തളർന്നു പോകരുത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളൊന്ന് വിലയിരുത്തുക. അന്നത്തെ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് എവിടെയാണ് പാളിച്ചു പറ്റിയത്, എവിടെയാണ് ഞാനൊന്ന് പുറകോട്ട് ആയിപ്പോയത്, എന്താണ് എനിക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ എനിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് പാഠമാണ് എനിക്ക് ഉൾക്കൊള്ളാനുള്ളത്, എനിക്ക് എങ്ങനെ ഇതൊക്കെ നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. പ്രത്യേകിച്ചും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആ ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സെൽഫ് അനലൈസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം കഴിഞ്ഞു പോയി അല്ലേ, ഇനി നമുക്ക് അതിനകത്ത് ഒന്നും നമുക്ക് ചെയ്യാനില്ല, നമ്മുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക. നമ്മളോട് ക്ഷമിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഞാൻ എടുക്കേണ്ടത്, ഇന്നത്തെ ദിവസത്തിനേക്കാളും കുറച്ചും കൂടി മനോഹരമാക്കി നെക്സ്റ്റ് ഡേയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്, അത് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ എപ്പോഴും വിചാരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ലൈഫിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കണം. നിങ്ങളൊന്ന് സമയം കൊടുക്കുക. ആ സമയം ഒന്ന് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. ഇതൊരു ഫാസ്റ്റ് പ്രോസസ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ ഈ ചെറിയ ചെറിയ പരാജയങ്ങള്, നിങ്ങളുടെ ഈ പാളിച്ചകള്, ഇതൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കാനായിട്ട് അനുവദിക്കരുത്. അവയ്ക്കൊന്നും അടിമപ്പെട്ട് നിന്ന് പോകരുത്. നിങ്ങൾ മനസ്സിന്റെ അടിമകളായിക്കൊണ്ട് അത് പറയുന്നതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ച് നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായിട്ട് മാറുന്നതിന് മുന്നേ ആയിട്ട് സ്വയം ചിന്തിക്കുക. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, ഈ വെല്ലുവിളികളെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ സ്മൂത്ത് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഇനി എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? ആലോചിക്കുക. നിരന്തരം നിങ്ങൾ ആലോചിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ കുറച്ച് സമയം എടുത്തോ, നോ വറീസ്, കുറച്ച് റെസ്റ്റ് വേണോ നിങ്ങൾ എടുത്തോ, പക്ഷെ ഒരിക്കലും ഗീവപ്പ് ചെയ്യാതെ വീണ്ടും നിങ്ങൾ പരിശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ പരാജയം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ആ പരാജയം നമ്മളൊന്ന് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ അതൊരു തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാജയങ്ങൾ അത് മനസ്സിനകത്ത് കയറ്റി നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അവസാനിപ്പിക്കുക.
നമുക്ക് മൈൻഡ് പവർ വേണം അല്ലെ? നമ്മുടെ മൈൻഡിനെ നല്ല കരുത്തുറ്റ മൈൻഡാക്കി നമ്മൾ മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്നുകൊണ്ട് സക്സസിന്റെ ചവിട്ടുപടികളൊക്കെ ചവിട്ടി ചവിട്ടി കയറി കയറി നമുക്ക് മുന്നേട്ടേക്ക് പോകാനായിട്ട്, ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്താണെന്നറിയോ? ഒരു നല്ല ടിപ്പ് എന്താണെന്നറിയോ? ഒരു പേപ്പർ എടുക്കുക നിങ്ങള്. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതുക. ഏറ്റവും ചെറിയ കാര്യം മുതല് ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ നിങ്ങൾ എഴുതുക. എന്നിട്ട് ആ പേപ്പറിന്റെ മറുവശത്ത് നിങ്ങൾക്ക് വേണ്ട വലിയ സ്വപ്നങ്ങള് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ആ ലക്ഷ്യങ്ങളിലേക്ക്, ആ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഭാഗത്തുനിന്ന് എന്ത് ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത്? എന്നുള്ളത് നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾക്ക് കിട്ടും ആൻസർ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ നിങ്ങളോട് വളരെ കൈൻഡായിട്ട് പെരുമാറുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. ഇഷ്ടം പോലെ സ്നേഹിക്കുക. മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സെൽഫ് അപ്രീസിയേഷൻ വാട്ട്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ ബി കൈൻഡ്, ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഇതൊന്നും ഒരു തോൽവിയല്ല, ഇതൊന്നും ഒരു പരാജയമല്ല. നിങ്ങൾക്ക് ഗീവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല. ഓരോ വിജയത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിരന്തരം നിങ്ങൾ ഓർമ്മിപ്പിക്കുക. സോ കീപ് ഓൺ ട്രൈയിങ് until and unless you get the success. Thank you.